കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയമുള്ളവരെ, വീണ്ടും നമുക്കൊരു പുതിയ ദിവസത്തിൻ്റെ പ്രഭാതം കൂടെ കർത്താവ് ദാനം തന്നിരിക്കുകയാണ്. രാത്രികാലം നാം സുഖകരമായിട്ട് ഉറങ്ങി പുതിയ പ്രഭാതം കണ്ടുണർന്നു. നമുക്ക് ദൈവവചനവുമായിട്ട് നമ്മുടെ പുതിയ ദിവസം ആരംഭിക്കുവാൻ കർത്താവ് കൃപ തന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനമാണല്ലോ നമ്മെ എല്ലാ സത്യത്തിലും വഴി നടത്തുന്നത്. ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മാർഗദർശി. ആ വചനവുമായിട്ട് നമ്മുടെ പുതിയ ദിവസം ആരംഭിക്കാം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഞാൻ സ്നേഹവന്ദനം അറിയിക്കുന്നു. നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന തിരുവചനത്തിൻ്റെ വിഷയം എന്താണ്? വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ. കഴിഞ്ഞ 88 എപ്പിസോഡുകളായി നമ്മൾ തുടർച്ചയായിട്ട് ഈ വിഷയം ചിന്തിക്കുകയായിരുന്നു. ഇന്ന് അതിൻ്റെ 89ാമത്തെ എപ്പിസോഡിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുന്നത് സത്യസഭയും വിശുദ്ധ ദിവസവും എന്നുള്ള വിഷയമാണ്. സത്യസഭയും വിശുദ്ധ ദിവസവും. ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം. വെളിപ്പാട് പ്രവചനം 21-ാം അധ്യായം 9-ാമത്തെ വാക്യം. വെളിപ്പാട് 21:9. അവിടെ ഇങ്ങനെ വായിക്കുന്നു: അന്ത്യബാധ 7 നിറഞ്ഞ 7 കലശമുണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്നെന്നോട്, വരിക, കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പം സത്യസഭയും വിശുദ്ധ ദിവസവും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പേരിൽ ഇന്ന് 100 കണക്കിന് സഭകളുള്ള ഒരു ലോകത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. പല പേരുകളിൽ, വ്യത്യസ്ത ആശയങ്ങളിൽ, വ്യത്യസ്ത ആചാരങ്ങളിൽ, വ്യത്യസ്ത അനുഷ്ഠാനങ്ങളിൽ, വ്യത്യസ്ത സഭകൾ. എന്നാൽ ചോദിക്കട്ടെ, ഇതെല്ലാം തിരുവചനാടിസ്ഥാനത്തിൽ സത്യസഭകളാണോ? ഒരിക്കലുമല്ല. എന്നാൽ ഭാഗികമായി ചില സത്യങ്ങൾ ഉണ്ട് താനും. എല്ലാം തിരുവചന വെളിച്ചത്തിൽ സത്യസഭകളല്ല, എന്നാൽ ഭാഗികമായ ചില സത്യങ്ങൾ ഉണ്ട് താനും. പിന്നെ എന്തുകൊണ്ടാണ് ഇന്ന് ലോകത്തിൽ 100 കണക്കിന് വ്യത്യസ്ത സഭകളുള്ളത്? അതിൻ്റെ കാരണം വെളിപ്പാട് പ്രവചനം 12-ാം അധ്യായം 9-ാമത്തെ വാക്യം. വെളിപ്പാട് 12:9. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനുമെന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. ഒരു കാര്യം പിടികിട്ടി കാണും. എന്തുകൊണ്ടാണ് തിരുവചനത്തിന് വിരുദ്ധമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയുള്ള വ്യത്യസ്ത സഭകൾ ലോകത്തിലുള്ളതെന്ന് ചോദിച്ചാൽ, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനുമെന്ന മഹാസർപ്പമായ പഴയ പാമ്പിൻ്റെ പണിയാണ് ഇത്. അപ്പോൾ വിശുദ്ധ വേദപുസ്തകം ഇപ്രകാരം പറയുന്നു. എന്ത് പറയുന്നു? എഫേസ്യർക്ക് 4-ാം അധ്യായം 4 മുതൽ 6 വരെ. എഫേസ്യർ 4:4 മുതൽ 6 വരെ. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവൊരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. അപ്പോൾ വചനം വ്യക്തമായിട്ട് കാര്യം പറയുന്നുണ്ട്. എന്താ? ശരീരം ഒന്ന് എന്ന് പറഞ്ഞാൽ സഭ ഒന്ന്, സത്യസഭ ഒന്നേ ഉള്ളൂ. ആത്മാവ്, പരിശുദ്ധാത്മാവ് ഒന്ന്, വിശ്വാസം, ശരിയായ വിശ്വാസം ഒന്ന്, ശരിയായ സ്നാനം ഒന്നേ ഉള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പേരിൽ 100 കണക്കിന് വ്യത്യസ്ത സഭകൾ? ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അദൃശ്യശക്തിയുടെ കരം നാം തിരിച്ചറിയണം. വെളിപ്പാട് പ്രവചനം നാം പഠിക്കുമ്പോൾ ഏതാണ് സത്യസഭ? തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു. വെളിപ്പാട് 21:9. വരിക, കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം. അപ്പോൾ ഏതാണ് സത്യസഭ? തിരുവചനം പറയുന്നു, വരിക, കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം. നാം തിരുവചനം പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ സഭയുണ്ടായിരുന്നു. കഹൽ എന്ന എബ്രായ പദമാണ് സഭയെന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? അതായത് വിളിക്കപ്പെട്ടവർ, കൂടിവരവ് എന്നൊക്കെയാണ്. അപ്പൊ ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട ജനമായിരുന്നു ഇസ്രായേൽ. അവരുടെ കൂടിവരവിനെ സഭ എന്ന് വിളിച്ചിരുന്നു. അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ 7-ാം അധ്യായം 38-ാമത്തെ വാക്യം. അവിടെ എന്താ വായിക്കുന്നത്? സീനായി മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സഭയിലിരുന്നവനും, നമ്മുടെ പിതാക്കന്മാർക്ക് നമുക്ക് തരുവാൻ ജീവനുള്ള അരുളപ്പാട് ലഭിച്ചവനും അവിടുന്ന് തന്നെ. അപ്പോൾ ഇവിടെ ഒരു കാര്യം വ്യക്തമായിട്ട് പറയുകയാണ്. സീനായി മലയിൽ തന്നോടുകൂടെ ഇരുന്ന ദൂതനോടും
മരുഭൂമിയിൽ നമ്മുടെ പിതാക്കന്മാർ, മരുഭൂമിയിലെ സഭയിൽ നമ്മുടെ പിതാക്കന്മാരുടെ കൂടെ ഇരുന്നവനും. അപ്പം മരുഭൂമിയിൽ സഭയുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തിന്റെ കൂട്ടത്തെ സഭയെന്ന് വിളിച്ചിരുന്നു. പെസഹയെക്കുറിച്ചുള്ള നിർദ്ദേശം ദൈവം ഇസ്രായേൽ ജനത്തിന് കൊടുത്തപ്പോൾ എന്താ പറഞ്ഞത്? പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം. അപ്പൊ ഇസ്രായേൽ ജനത്തിന്റെ കൂടിവരവിനെ എന്ത് വിളിക്കുന്നു? സഭ. ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്തിനെ അറുക്കണം. വീണ്ടും സംഖ്യ 14:1. അപ്പോൾ സഭയൊക്കെയും ഉറക്ക നിലവിളിച്ചു. ഇസ്രായേൽ ജനം നിലവിളിച്ചതിനെ എന്തു പറയുന്നു? സഭയൊക്കെയും ഉറക്ക നിലവിളിച്ചു. വീണ്ടും സംഖ്യ 14:5. അപ്പോൾ മോശെയും അഹരോനും ഇസ്രായേൽ സഭയുടെ സർവസംഘത്തിന്റെയും മുമ്പാകെ കവിണ്ണു വീണു. അപ്പൊ എവിടെ കവിണ്ണു വീണു? ഇസ്രായേൽ സഭയുടെ സർവസംഘത്തിന്റെ മുമ്പാകെ. അപ്പൊ ഇസ്രായേൽ ജനത്തിന്റെ കൂടിവരവിനെ സഭയെന്ന് വിളിച്ചിരിക്കുന്നു. വീണ്ടും ആവർത്തനം 5:22. ആവർത്തനം 5:22. ഈ വചനങ്ങൾ യഹോവ പർവ്വതത്തിൽ തീ, മേഘം, അന്ധകാരം എന്നിവയുടെ നടുവിൽ നിന്ന് നിങ്ങളുടെ സർവ്വസഭയോടും അത്യുച്ചത്തിൽ അരുളി ചെയ്തു. അപ്പൊ ദൈവം ജനത്തോട് സംസാരിച്ചത് സഭയോട് സംസാരിക്കും. അപ്പം നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ സഭയുണ്ടായിരുന്നു. ഇസ്രായേൽ ജനത്തിന്റെ കൂടിവരവിനെ സഭയെന്ന് വിളിച്ചു. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴോ എക്ലേസിയ എന്ന ഗ്രീക്ക് പദമാണ് സഭയെ സൂചിപ്പിക്കുവാനായിട്ട് സഭയെന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? വിശ്വാസികളുടെ കൂട്ടം. ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസികളുടെ കൂട്ടമെന്നല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വെള്ളത്താലും ആത്മാവിനാലും ജനിച്ച് ദൈവകൽപ്പനകളെ അനുസരിച്ച് വിശുദ്ധിയും വേർപാടുമുള്ള ജീവിതം നയിക്കുന്ന വിശുദ്ധന്മാരുടെ കൂട്ടം, അതാണ് സഭ. ദൈവത്തിന് സ്തോത്രം. നാം തിരുവചനം പഠിക്കുമ്പോൾ തിരുവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ മനസ്സിലാക്കിക്കുന്നൊരു കാര്യമുണ്ട്. ഈ പഴയ നിയമ സഭ അല്ലെങ്കിൽ പുതിയ നിയമ സഭ, രണ്ട് സഭയില്ല, ഒരു സഭയേ ഉള്ളൂ. പഴയതിൻ്റെ തുടർച്ച തന്നെയാണ് ഇന്നത്തെ സഭ. അപ്പോൾ പഴയ നിയമസഭയും പുതിയ നിയമസഭയും രണ്ട് സഭയില്ല. പഴയ നിയമകാലത്തുണ്ടായിരുന്ന സഭയുടെ തുടർച്ച തന്നെയാണ് ഇന്നത്തെ സഭ. ഈ സഭയുടെ തുടക്കം യഹൂദന്മാരിൽ നിന്നായിരുന്നു. പഴയതായാലും പുതുതായാലും ഇപ്പോൾ രണ്ടില്ല, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രം. പഴയ നിയമത്തിലുണ്ടായിരുന്ന സഭയായാലും പുതിയ നിയമകാലത്തുള്ള സഭയായാലും രണ്ടും യഹൂദന്മാരിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തു യഹൂദനായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ യഹൂദന്മാരായിരുന്നു. 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ട് സഭയോട് ചേർന്ന 3000 പേർ യഹൂദന്മാരായിരുന്നു. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 2:5 വായിക്കുമ്പോൾ അന്ന് ആകാശത്തിന് കിഴങ്ങുമുള്ള സകല ജാതികളിൽ നിന്നും യെരൂശലേമിൽ വന്ന് പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. അവരാണ് മർക്കോസിന്റെ മാളിക മുറിയിൽ മുഴക്കമുണ്ടായപ്പോൾ ഓടിക്കൂടുകയും പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ട് സഭയോട് ചേർന്ന ഭക്തിയുള്ള യഹൂദന്മാർ. അപ്പോൾ യേശുക്രിസ്തു യഹൂദൻ, ശിഷ്യന്മാർ യഹൂദന്മാർ, മാനസാന്തരപ്പെട്ട് സഭയോട് ചേർന്ന 3000 പേർ യഹൂദന്മാർ. വീണ്ടും നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 6:7, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 6:7, ദൈവവചനം പരന്നു, യെരൂശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി, പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. ചോദ്യം, ഈ പുരോഹിതന്മാരാരായിരുന്നു? അവരും യഹൂദന്മാരായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത് വലിയ പരമാർത്ഥം, ഇന്നത്തെ സഭ എന്ന് പറയുന്നത് പഴയതിൻ്റെ തുടർച്ച തന്നെയാണ്. എന്ന് പറഞ്ഞാൽ പഴയ നിയമസഭയും പുതിയ നിയമസഭയും രണ്ട് സഭയില്ല, ഒരൊറ്റ സഭയുള്ളൂ. പഴയതിൻ്റെ തുടർച്ച തന്നെയാണ് ഇന്ന് നമ്മൾ കാണുന്ന സഭ. അപ്പോൾ ദൈവസഭയുടെ ആദ്യകാല കേന്ദ്രം യെരൂശലേമായിരുന്നു. പിന്നീട് അന്ത്യോക്യയിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും വ്യാപിച്ചു. അന്ത്യോക്യയിൽ വെച്ചാണ് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികളെന്ന് ആദ്യമായിട്ട് പേരുണ്ടായത്. ഇപ്പം ക്രൈസ്തവ സഭയുടെ ആരംഭത്തെ പറ്റി പൊതുവേ മനുഷ്യർക്കുള്ളൊരു ധാരണയുണ്ട്. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരെല്ലാം കൂടെ ചേർന്ന് ഒരു പുതിയ സഭ തുടങ്ങിയെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ സഭയുടെ ഉത്ഭവം പെന്തക്കോസ്ത് നാളിലാണെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. നമുക്കറിയാം, ഒരു സഭയിൽ ആളുകൾക്ക് പിണക്കം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? പിണക്കമുള്ള ആളുകളോട് അപ്പുറത്തോട്ട് മാറി ഒരു ഷെഡ് അടിച്ചൊരു പുതിയ സഭ ആരംഭിക്കുന്നത് പോലെ ശിഷ്യന്മാർ ഒരു പുതിയ സഭ ആരംഭിച്ചില്ല. പിന്നെയോ പത്രോസിന്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ട് സഭയോട് ചേർന്ന യഹൂദന്മാർ അല്ലെങ്കിൽ സഭയിലെ അംഗങ്ങൾ അവർ എവിടെ ആരാധിച്ചു? യെരൂശലേം ദേവാലയത്തിൽ തന്നെയാണ് ആരാധനയ്ക്ക് കൂടി വന്നത്. നമുക്ക് വായിക്കാം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2:41-42. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2:41-42 വാക്യങ്ങൾ. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ സഭയോട് ചേർന്നു.
അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ചോദ്യം, എവിടെ? ഈ സഭയിലോട് ചേർന്ന ആളുകൾ എവിടെയാ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോകുന്നത്? വായിക്കാം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2:46. ഒരുമനപ്പെട്ട് ദൈവാലയത്തിൽ ദിനം പ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിലപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ട് അപ്പം അവർ ദിനം പ്രതി ഒരുമനപ്പെട്ട് ദൈവാലയത്തിൽ കൂടി വന്നു. അപ്പോൾ സഭയിലേക്ക് ചേർന്ന പുതിയ വിശ്വാസികൾ, ഞങ്ങൾ പുതിയ നിയമസഭയുടെ അംഗങ്ങളാണെന്ന് പറഞ്ഞൊരു പുതിയ സഭ അവിടെ ആരംഭിച്ചില്ല. പിന്നെയോ അവരും യെരൂശലേം ദൈവാലയത്തിൽ തന്നെയാണ് കൂടി വന്നത്. അപ്പോൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ടതിന് വലിയ പരമാർത്ഥം, അവർ ആരാധനയ്ക്ക് കൂടി വന്നത് യെരൂശലേം ദൈവാലയത്തിലാണ്. യെരൂശലേം ദൈവാലയത്തിൽ എന്താണ് ആരാധന? ആഴ്ചവട്ടത്തിന്റെ 7-ാം ദിവസമായ ശനിയാഴ്ചയായ വിശുദ്ധ ശബത്തിൽ. അപ്പം നോക്കിയേ, ഇപ്പം സത്യസഭയുടെയും ആരാധനയും ഏതാണെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. ഒരുമനപ്പെട്ട് ദൈവാലയത്തിൽ കൂടി വന്നു, യെരൂശലേം ദൈവാലയത്തിൽ കൂടി വന്നു. അവിടെ ആരാധന ആഴ്ചവട്ടത്തിന്റെ 7-ാം ദിവസമായ ശനിയാഴ്ചയാണ്. അപ്പോൾ സത്യസഭയും വിശുദ്ധ ദിവസവും ഏതാണെന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ 2 വിഭാഗം യഹൂദന്മാരുണ്ടായിരുന്നു. ഒന്ന്, ക്രിസ്തുവിൽ വിശ്വസിച്ചിരുന്ന യഹൂദന്മാരും 2, യേശു മസീഹ അല്ല എന്ന് വിശ്വസിച്ചിരുന്നവരും. ക്രിസ്തുവിൽ വിശ്വസിച്ചിരുന്നവരും വിശ്വസിക്കാതിരുന്നവരും. ഇവരെല്ലാം ആരാധനയ്ക്ക് എവിടെ കൂടി വന്നിരുന്നത്? യെരൂശലേം ദൈവാലയത്തിൽ ശലോമോന്റെ മണ്ഡപത്തിലാണ്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 5:12. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 5:12. അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിന്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. അവരെല്ലാവരും ഏക മനസ്സോടെ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു. അപ്പോസ്തലന്മാർ എവിടെയാണ് അപ്പോസ്തലന്മാർ എവിടെ ഉപദേശിച്ചത്? അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 5:20-21. നിങ്ങൾ ദൈവാലയത്തിൽ ചെന്ന് ഈ ജീവന്റെ വചനമെല്ലാം ജനത്തോട് പ്രസ്താവിപ്പിനെന്ന് പറഞ്ഞു. അവർ കേട്ട് പുലർച്ചയ്ക്ക് ദൈവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചുകൊണ്ട്. അപ്പോസ്തലന്മാർ ഉപദേശിച്ച ദൈവാലയത്തിലാണ്. അവർ വേറെ ഒരു സഭ ആരംഭിച്ചില്ല. അവർക്കെല്ലാം ഒരേ ആരാധനാലയവും ഒരേ ആരാധനാ ദിവസവുമായിരുന്നു. കാരണം 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെയും പ്രധാനമായും 2 ആരാധനാ സ്ഥലങ്ങളാണ് ഉണ്ടായത്. 1 യെരൂശലേം ദൈവാലയം, 2 സിനഗോഗ്. അപ്പം സിനഗോഗുകളിലും യെരൂശലേം ദൈവാലയത്തിലും എന്ന ആരാധന അത് ആഴ്ചവട്ടത്തിൻ്റെ 7-ാം ദിവസമായ ശനിയാഴ്ചയായ വിശുദ്ധ ശബത്തിലാണ്. അങ്ങനെയാണെങ്കിൽ സത്യസഭയും വിശുദ്ധ ദിവസവും ഏതാണെന്ന് മനസ്സിലായി കാണുമെന്ന് ചിന്തിക്കട്ടെ. നാം വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ തിരുവചനം സത്യസഭയെ ഒരു സ്ത്രീയോടാണ് ഉപമിച്ചിരിക്കുന്നത്. യെശയ്യാവ് 54:5. നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവിടുത്തെ നാമം. അപ്പോൾ വചനം പറയാണ്, നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്. അപ്പോൾ സഭയെ സ്ത്രീയോടാണ് ഉപമിച്ചിരിക്കുന്നത്. ഇരമ്യാവ് 3:20 പറയുന്നു, ഇസ്രായേൽ ഗൃഹമേ, ഒരു ഭാര്യ ഭർത്താവിനോട് വിശ്വാസപാതകം ചെയ്ത് അവനെ വിട്ടുകളയുന്നത് പോലെ നിങ്ങൾ എന്നോട് വിശ്വാസപാതകം ചെയ്തിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അവിടെ സ്ത്രീയോട്, ഇസ്രായേൽ ഗൃഹമേ, ഒരു ഭാര്യ ഭർത്താവിനോട് വിശ്വാസപാതകം ചെയ്യുന്നത് പോലെ നിങ്ങൾ എന്നോട് വിശ്വാസപാതകം ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ എന്നെ വിട്ട് നിങ്ങൾ പോയി കളഞ്ഞിരിക്കുന്നു. പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 2-ാമത്തെ വാക്യം. പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹനിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിന് വേണ്ടി വിവാഹനിശ്ചയം കഴിഞ്ഞ മണവാട്ടിയാണ് സഭ. സഭയെ ഒരു സ്ത്രീയോട് ഉപമിച്ചിരിക്കുന്നു. അപ്പോൾ ഈ വാക്യങ്ങളൊക്കെയും കർത്താവും സഭയും തമ്മിലുള്ള ബന്ധത്തെ ഭാര്യാഭർത്തൃ ബന്ധത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. തിരുവചനപ്രകാരം അങ്ങനെയാണെങ്കിൽ ലോകത്തിലാകമാനം 2 സഭകളാണുള്ളത്. 1 ക്രിസ്തുവിൻ്റെ നിർമ്മല മണവാട്ടി സഭ, 2 എതിർ ക്രിസ്തുവിൻ്റെ സഭ. 2 സഭയുണ്ട്, ക്രിസ്തുവിൻ്റെ നിർമ്മല മണവാട്ടി സഭയും 2 എതിർ ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭയും. കർത്താവിൻ്റെ മണവാട്ടി സഭയുടെ പ്രത്യേകതകളും അവളുടെ ആരാധനാ ദിവസവും എതിർ ക്രിസ്തുവിൻ്റെ മണവാട്ടിയുടെ ആരാധനാ ദിവസത്തിൽ നിന്നും ആരാധനാ രീതികളിൽ നിന്നും വ്യത്യസ്തമാണ്. ഒക്കെ വെളിപ്പാട് 21:9 പറയുന്നു, വരിക, കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം. എവിടെയാണ് ഈ മണവാട്ടിയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്? വെളിപ്പാട് 12:1-2. അവിടെ എന്താ വായിക്കുന്നത്? സ്വർഗത്തിൽ വലിയൊരടയാളം കാണായി, സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽക്കീഴ് ചന്ദ്രനും തലയിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു.
ഇവിടെ നമ്മൾ സത്യസഭയെ കാണുന്നത്. സൂര്യനെ അണിഞ്ഞ സ്ത്രീ. എന്താണ് സൂര്യൻ? സങ്കീർത്തനങ്ങൾ 84:11 പറയുന്നു, യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു എന്ന് പറഞ്ഞാൽ നീതി സൂര്യനായ കർത്താവിനെ അണിഞ്ഞിരിക്കുന്ന സഭ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ സുവിശേഷം അണിഞ്ഞിരിക്കുന്ന സഭ, സത്യസഭ. ഇനി സഭ എവിടാ നിൽക്കുന്നത്? അവളുടെ കാൽ കീഴ് ചന്ദ്രൻ, ചന്ദ്രൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. നമുക്കറിയാം, സൂര്യൻ്റെ നിഴൽ ചന്ദ്രനിൽ വീഴുമ്പോഴാണ് ചന്ദ്രൻ്റെ പ്രകാശം ലഭിക്കുന്നത്. പഴയ നിയമം നിഴലും പുതിയ നിയമം പൊരുളുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീ അല്ലെങ്കിൽ സത്യസഭ എവിടെ നിൽക്കുന്നു? പഴയ നിയമമാകുന്ന നിഴലിന്റെ പുറത്ത് നിൽക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉപദേശവും അപ്പോസ്തലന്മാരുടെ ഉപദേശവും പ്രവാചകന്മാരുടെ ഉപദേശവും മുറുകെ പിടിച്ചിരിക്കുന്ന സഭയാണ് സത്യസഭ. ദൈവത്തിന് സ്തോത്രം. എങ്ങനെ അറിയാം? എഫേസ്യർ 2:20 സത്യസഭയുടെ അടിസ്ഥാനത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിരിക്കുന്നു. എഫേസ്യർ 2:20 ക്രിസ്തുവേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു എന്ന മൂലക്കല്ല്, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനക്കല്ല് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ഉപദേശം, അപ്പോസ്തലന്മാരുടെ ഉപദേശം, പ്രവാചകന്മാരുടെ ഉപദേശം, ഇത് പിടിച്ചിരിക്കുന്ന സഭ. അപ്പോൾ യേശുവിൻ്റെ ഉപദേശം നമ്മൾ എവിടെ കാണുന്നത്? 4 സുവിശേഷങ്ങളിൽ. അപ്പോസ്തലന്മാരുടെ ഉപദേശം എവിടെ കാണുന്നു? അപ്പോസ്തല പ്രവൃത്തികൾ മുതൽ വെളിപ്പാട് വരെ. പ്രവാചകന്മാരുടെ ഉപദേശം എവിടെ കാണുന്നു? ഉൽപ്പത്തി മുതൽ മലാഖി വരെ. എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങൾ അടങ്ങിയിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും ഉപദേശത്തെ മുറുകെ പിടിച്ചിരിക്കുന്ന സഭയാണ് സത്യസഭ. ഇനി എതിർ ക്രിസ്തുവിൻ്റെ സഭയെക്കുറിച്ചും വേദപുസ്തകം പറയുന്നുണ്ട്. വെളിപ്പാട് 17:3-4. വെളിപ്പാട് 17:3-4. അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പും ഉള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ് കടുംചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ആ സ്ത്രീ ധൂമ്രവർണ്ണവും കടുംചുവപ്പുമുള്ള വസ്ത്രം ധരിച്ച് പൊന്നും മുത്തും രത്നവും അണിഞ്ഞവളായി തന്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണപാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു. ഇതാണ് എതിർ ക്രിസ്തുവിൻ്റെ സഭ. എന്തായ സഭയുടെ ലക്ഷണം? കടുംചുവപ്പുള്ള വസ്ത്രം ധരിച്ച് പൊന്നും മുത്തും രത്നവും അണിഞ്ഞ് തൻ്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണപാനപാത്രം എന്ന് പറഞ്ഞാൽ സകലവിധ ദുരുപദേശങ്ങളും മുറുകെ പിടിച്ചിരിക്കുന്ന സഭ. അതാണ് എതിർ ക്രിസ്തുവിൻ്റെ സഭ. അപ്പൊ ഈ സ്ത്രീ കടും ചുവപ്പ് വസ്ത്രമാണ് ധരിച്ചിരിക്കുക. എന്താണ് ഈ കടും ചുവപ്പ് വസ്ത്രം? യെശയ്യാ 1:18 പറയുന്നു, വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് യഹോവ അരുളി ചെയ്യുന്നു, നിങ്ങളുടെ പാപങ്ങൾ എത്ര കടും ചുവപ്പായിരുന്നാലും. അപ്പൊ ഈ സഭയുടെ അല്ലെങ്കിൽ ഈ സ്ത്രീയുടെ പാപപ്രകൃതമാണ് ഈ കടും ചുവപ്പ്. അവളുടെ കയ്യിലൊരു പാനപാത്രമുണ്ട്. അതിനകത്ത് എന്താണ്? അവൾ ലോകത്തെ അതിൽ നിന്ന് പകർന്നു കൊടുക്കുന്നത് സകലവിധ ദുരുപദേശങ്ങളും. അപ്പോൾ എതിർ ക്രിസ്തുവിന്റെ സഭയും സത്യസഭയും വേദപുസ്തകം കാണിച്ചു തരികയാണ്. അപ്പൊ സത്യസഭയുടെ ആരാധനയും ആരാധന ദിവസവും എതിർ ക്രിസ്തുവിന്റെ സഭയുടെ ആരാധനയിൽ നിന്നും ആരാധനാ ദിവസത്തിൽ നിന്നും വ്യത്യസ്തമാണ്. അപ്പൊ സത്യസഭയുടെ ആരാധന ദിവസം ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ ബാക്കിയുള്ളതെല്ലാം മറ്റേ സഭയുടെ ആരാധനയാണെന്ന് നമുക്ക് മനസ്സിലാവും. എന്താണ് സത്യസഭയുടെ ആരാധന? നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും ഉപദേശത്തിന്മേൽ നിൽക്കുന്നവളാണ് സത്യസഭയെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ആരാധനയെക്കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നുവോ അതാണ് സത്യാരാധന. നോക്കാം യേശുക്രിസ്തുവിൻ്റെ മാതൃക. ലൂക്കോസ് 4:16. അവിടുന്ന് വളർന്ന നസ്രത്തിൽ വന്നു, ശബത്തിൽ തൻ്റെ പതിവ് പോലെ ദൈവാലയത്തിൽ പോയി. അപ്പൊ യേശു വിശുദ്ധ ശബത്തിൽ ആരാധിച്ചു, മാതൃക കാണിച്ചു. അപ്പോസ്തലന്മാരുടെ മാതൃക എന്താണ്? അപ്പോസ്തല പ്രവൃത്തികൾ 17:2. പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് 3 ശബത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. പൗലോസ് അപ്പോസ്തലന്മാരും ശബത്തിൽ ആരാധിച്ചു. ഇനി പ്രവാചകന്മാർ എന്ത് മാതൃകയാണ് കാണിച്ചേക്കുന്നത്? യെശയ്യാ പ്രവചനം 58:13-14. യെശയ്യാ 58:13-14 പ്രവാചകൻ പറയുന്നു, നീ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ ശബത്തിൽ നിന്റെ കാലടക്കി വെച്ച് ശബത്തിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമെന്നും പറയുകയും നിന്റെ വേലയ്ക്ക് പോകുകയോ നിന്റെ കാര്യാദികളെ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാത്തവണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. ഞാൻ നിന്റെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കുകയും നിന്റെ പിതാവായ യാക്കോബിന്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. അപ്പൊ പ്രവാചകന്മാരും പറയുന്നു വിശുദ്ധ ശബത്തിൽ ദൈവത്തെ ആരാധിക്കണം. അപ്പൊ സത്യസഭയും വിശുദ്ധ ദിവസവും, സത്യസഭയുടെ മൂലക്കല്ലാകുന്ന ക്രിസ്തു വിശുദ്ധ ശബത്തിൽ ആരാധിച്ചു. അപ്പോസ്തലന്മാര് അടിസ്ഥാന കല്ലുകളാണ്. അപ്പോസ്തലന്മാർ വിശുദ്ധ ശബത്തിൽ ആരാധിച്ചു, പ്രവാചകന്മാർ ശബത്തിൽ ആരാധിച്ചു. അങ്ങനെയാണെങ്കിൽ സത്യസഭയുടെ വിശുദ്ധ ദിവസം എന്ന് പറയുന്നത്
ആഴ്ചവട്ടത്തിൻ്റെ 7-ാം ദിവസമായ ശനിയാഴ്ചയായ വിശുദ്ധ ശബതാണ്. അല്ലാത്തതെല്ലാം എതിർ ക്രിസ്തുവിൻ്റെ ആരാധനാ സമ്പ്രദായങ്ങളാണെന്നുള്ള കാര്യം നാം തിരിച്ചറിയുക. വെളിപ്പാട് 21:9 പറയുന്നു, വരിക, കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഇന്ന് കുഞ്ഞാടിൻ്റെ കാന്ത, വെളിപ്പാട് 12 പറഞ്ഞിരിക്കുന്ന സൂര്യനെ അണിഞ്ഞിരിക്കുന്ന, ചന്ദ്രൻ്റെ മുകളിൽ നിൽക്കുന്ന, 12 നക്ഷത്രങ്ങളുള്ള കിരീടം ധരിച്ചിരിക്കുന്ന എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെയും അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും ഉപദേശത്തെ മുറുകെ പിടിച്ചിരിക്കുന്ന സത്യസഭ. വെളിപ്പാട് 17 പറയുന്നു, കടും ചുവപ്പ് വസ്ത്രം ധരിച്ച് പൊന്നും മുത്തിൻ്റെ രത്നവും അണിഞ്ഞ് വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധി നിറഞ്ഞ സ്വർണ്ണപാനപാത്രം പിടിച്ചിരിക്കുന്ന എതിർ ക്രിസ്തുവിൻ്റെ സഭ. ഈ 2 സഭകളെ തിരുവചനം പരിചയപ്പെടുത്തുമ്പോൾ നാം ഏത് സഭയുടെ അംഗങ്ങളാണ്? യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും മാതൃക അനുസരിച്ച് നാം വിശുദ്ധ ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ നാം സത്യസഭയുടെ ഭാഗവും, അത് വിട്ട് നമ്മൾ മറ്റേ പുള്ളിയുടെ പുറകെ പോകുമ്പോൾ എതിർ ക്രിസ്തുവിൻ്റെ സഭയുടെ ഭാഗവുമാണെന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് തരട്ടെ. വ്യാജത്തെ വിട്ടിട്ട് സത്യത്തിലേക്ക് വരുവാൻ ദൈവമായ കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, വ്യാജത്തെ വിട്ടിട്ട് സത്യത്തിലേക്ക് വരാം. നാം നല്ല തീരുമാനമെടുക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ദിവസങ്ങളിൽ വീണുകിടക്കുന്ന അടിസ്ഥാന ഉപദേശങ്ങളിൽ അനേകർ വീണുകിടക്കുകയാണ്. സത്യം തിരിച്ചറിയാതെ അനേകരുടെ കണ്ണ് കുരുടായിരിക്കുമ്പോൾ, ലോകത്തിൻ്റെ ഒഴുക്കിനൊപ്പം അനേകർ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ അങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിൽ കിടക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് തെറ്റിനെക്കുറിച്ച് ബോധം വരുത്തുമ്പോൾ, സത്യത്തോട് മറുത്തു നിൽക്കാതെ സത്യത്തിലേക്ക് വരുവാൻ തീരുമാനമെടുക്കാം. പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. എത്ര പേർ തീരുമാനമെടുക്കും? നാം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ല തീരുമാനത്തോടെയും പ്രതിഷ്ഠയോടെയും പ്രാർത്ഥിച്ചാൽ ദൈവം മറുപടി നൽകും. നമ്മൾ ദൈവത്തെ കളിപ്പിക്കാനുള്ള പ്രാർത്ഥനയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കത്തില്ല. നല്ല തീരുമാനം, നല്ല പ്രതിഷ്ഠ. കർത്താവേ, തെറ്റിനെ വിട്ടിട്ട് സത്യത്തിലേക്ക് വരുവാൻ ഞാൻ തീരുമാനമെടുക്കും. നമുക്ക് അങ്ങനെ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല ദിവസത്തിൻ്റെ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഇന്ന് കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. സത്യസഭയുടെ ശരിയായ വിശുദ്ധ ദിവസവും ഏതാണെന്ന് അവിടുന്ന് ഞങ്ങളെ മനസ്സിലാക്കിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. കർത്താവേ, പിശാചിൻ്റെ പിടിയിൽ അകപ്പെട്ട അനേകർ വ്യാജമായ ആരാധന ദിവസങ്ങളിൽ ആരാധിക്കുമ്പോൾ ദൈവം തന്നിരിക്കുന്ന വിശുദ്ധ ദിവസത്തിൽ ആരാധിച്ച് ദൈവസഭയുടെ അംഗങ്ങളായി തീരുവാൻ അനേകരെ കർത്താവ് ദിവസങ്ങൾ ഒരുക്കണമേ. വചനം കേട്ട പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുമാറാകണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ആത്മാവ് പ്രിയമക്കളെ നേർനിലത്തിൽ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കും. കഷ്ടതയിലും രോഗങ്ങളിലും ഭാരങ്ങളിലും ഒക്കെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ എല്ലാം കർത്താവ് മനസ്സരിയണമേ. അവരുടെ പ്രയാസങ്ങളിൽ കർത്താവിൻ്റെ കരം ധാരാളമായിട്ട് വ്യാപരിക്കണമേ. നല്ല തീരുമാനത്തോടെ പ്രതിഷ്ഠയോടെ പ്രാർത്ഥിച്ച് വിടുതൽ ഏറ്റെടുക്കുവാൻ പ്രിയമക്കളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാ ഞായറാഴ്ചയും രാവിലെ 6:30 ജയ്ഹിന്ദ് ചാനലിലുള്ള ഈ സംപ്രേഷണങ്ങൾ കാണുക, കേൾക്കുക, മറ്റുള്ളവർ പറയുക. ദൈവവചനത്തിൽ നമുക്ക് ശരിയായ വളർച്ച ഉണ്ടാകുവാൻ, സ്വർഗരാജ്യത്തിന് അവകാശങ്ങളായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ വിശുദ്ധ ദിവസം എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന് ഒരു വിശുദ്ധ ദിവസത്തെ നൽകിയത്? വിശുദ്ധ ദിവസത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം? ശരിക്കും ദൈവം തന്ന വിശുദ്ധ ദിവസത്തിലാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത്? വ്യവസ്ഥ തെറ്റിച്ചുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കാമോ? വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ചതിവെന്താണ്? വിശുദ്ധ ദിവസവും ന്യായവിധിയും തമ്മിലുള്ള ബന്ധമെന്താണ്? തുടങ്ങി വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ധാരാളം അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം. 272 പേജുകളുള്ള ഈ പുസ്തകത്തിന് പോസ്റ്റേജ് ഉൾപ്പെടെ നിങ്ങൾ നൽകേണ്ട വില 75 രൂപയാണ്. പുസ്തകം VPP ആയി നിങ്ങളുടെ വീട്ടിൽ ലഭിക്കാൻ താല്പര്യമുള്ളവർ പിൻകോഡ് സഹിതം അഡ്രസ് SMS ചെയ്യുകയോ വിളിച്ചു പറയുകയോ ചെയ്യുക. നമ്പർ 9740979977. ശ്രീ പേരകത്ത് ചെറിയാൻസ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഇത് തിരുവചന സത്യം. ക്രൈസ്തവ ലോകത്ത് പരക്കെ പ്രചരിക്കുന്ന അബദ്ധ ഉപദേശങ്ങളും സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത്.
ദൈവത്തിന്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് 130 രൂപയാണ് വില. എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു. നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ SMS ചെയ്യുക. നമ്പർ 9847906636. പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബമാസിക. തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക. സമകാലിക സംഭവങ്ങൾ, ആരോഗ്യ ശാസ്ത്രം, പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു. വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന നമ്പറിൽ SMS ചെയ്യുക. നമ്പർ 9495955082. വാർഷിക വരിസംഖ്യ വെറും 150 രൂപ മാത്രം.